ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 258 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിന്റെ 10ാമത്തെ ഭാഗം, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. നമ്മുടെ കർത്താവ് ബൈബിളിൽ 52 ഉപമ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപമകളെല്ലാം യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് ഭൂരിഭാഗവും ഉപമ. ലൂക്കോസ് 21:29. അത്തി മുതലായ സസ്യങ്ങളെ നോക്കുവീൻ, അതെല്ലാം തളിർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ലോകത്തിലെ സകല സംഘടനകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തി മാത്രമല്ല, ലോകത്തിലെ സകല സംഘടനകളും അത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. യഹൂദൻ AD 135 മുതൽ യഹൂദൻ ഇസ്രായേലിൽ നിന്ന് പുറത്തുപോയി. കാരണം അത്തിയെ ദൈവം ശപിച്ചു. കാരണം എന്തേ? ഫലം ഇല്ലായിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഫലമായിരിക്കണം. ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴേ നമ്മുടെ പല ആളുകളെ വരത്തിനു വേണ്ടിയാണ് വില കൊടുക്കുന്നത്. എന്നാൽ ഈ വരപ്രാപ്തന് ഫലമുണ്ടോ എന്ന് നോക്കുന്നില്ല. ഫലമില്ലെങ്കിൽ ഈ അത്തി ഉണങ്ങിയതുപോലെ എത്ര കൃപാവരമുള്ളവനായിരുന്നാലും ഉണങ്ങിപ്പോകും. ഫലത്തിനു പ്രധാനം ഉണ്ട് ഓർപ്പിക്കുന്നു. യഹൂദൻ ലോകത്തിലെ ഏകദേശം 100 രാജ്യങ്ങളിലോളം അഭയാർത്ഥികളായി, അടിമകളായി അവർ പോകേണ്ട സാഹചര്യം കടന്നു വന്നത് ഫലം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പെന്തക്കോസ്തിന്റെ വളർച്ച വരത്തിന്മേലല്ല, ഫലത്തിന്മേലാണ്. വരം ദൈവം നൽകുന്നതാണ്, എന്നാൽ ഫലം നമ്മളിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ രണ്ട് ചിന്തിക്കണം. ഫലമെന്ന് പറയുന്നത് നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ്. വരമെന്ന് പറയുന്നത് ദൈവം നൽകുന്നതാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവർ പോയെങ്കിലും ആ ജാതികളോടോ ആ രാജ്യത്തോടോ ഇടകലരാതെ അവര് ആ യഹൂദന്റെ തനിമ സൂക്ഷിച്ചു. ലോകത്തിലെ ഒരുപാട് ജാതികൾ, ഒത്തിരി ജാതികൾ ഇന്ന് ഭൂമിയുടെ മുഖത്തില്ലാതെ വണ്ണം ഇടകലർന്നു പോയി, അത് ശൂന്യമായി പോയി, ഇല്ലാതെ പോയ ഒരുപാട് ജാതികളുണ്ട്. എന്നാൽ യഹൂദനെ നോക്കേ, എത്ര രാജ്യങ്ങളിലാണ് പോയത്? ആ 100 രാജ്യങ്ങളിലും 100 അവസ്ഥയാണ്, 100 ടൈപ്പുള്ള ജനങ്ങളാണ്. ആരാധനയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അവരുടെ ഇടകലർന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർക്കൊരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം കാരണം എന്ത്? അബ്രഹാമിനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഉടമ്പടി, അതാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രധാനം. ദൈവമക്കളെ, ദൈവം നമ്പുരാൻ തന്റെ ചോരയാൽ നമുക്കൊരു വീണ്ടെടുപ്പ് തന്നിട്ടുണ്ട്. ഉടമ്പടിയെക്കാട്ടിലും വലുതാണ് വീണ്ടെടുപ്പുള്ള രക്ഷ എന്നുള്ള കാര്യം മറന്നു പോകരുത്. 1ാം ലോകമഹായുദ്ധത്തോടുകൂടി, ബ്രിട്ടന്റെ വിജയത്തോടുകൂടി യഹൂദനെ ഇസ്രായേലിൽ കുടിയേറി പാർക്കുവാൻ അത്തി ഏകദേശം 1917-നും 1920-നും ഇടയ്ക്ക് അത്തിയുടെ കുറച്ച് കൊച്ചു വിത്തുകൾ
ഇസ്രായേലിൽ നട്ടു. അല്ലൻബിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പതുക്കെ പതുക്കെ കുടിയേറി പാർത്തത്. ഒന്നാം ലോകമഹായുദ്ധം യഹൂദന് കുടിയേറി പാർക്കുവാനുള്ള അവസരം കിട്ടി. ലോകത്തിൽ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, യഹൂദനായിരുന്നു വൈസ്മാൻ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വിജയം. ആ വിജയത്തോടുകൂടി യഹൂദന് ഒരു രാഷ്ട്രമുണ്ടായി. ഏകദേശം 1850 വർഷത്തോളം അവർക്ക് ഒരു സ്വന്തം രാജ്യമില്ലായിരുന്നു, ഒരു പ്രസിഡന്റ് ഇല്ലായിരുന്നു, ഒരു പ്രധാനമന്ത്രി ഇല്ലായിരുന്നു, ഭരണാധികാരി ഇല്ലായിരുന്നു, ഒരു പാർലമെന്റ് ഇല്ലായിരുന്നു. കാരണം എന്തേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ടു. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി 1948 ലോകത്തിലെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകാരം ലഭിച്ചു. അത്തിയാകുന്ന യഹൂദൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ വളർച്ചയിൽ ലോകത്തിലെ ഒറ്റ ശക്തിക്കും തളർത്താൻ സാധ്യമല്ല. പ്രവചനം അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. അത്തിയാകുന്ന യഹൂദൻ തളിക്കു മാത്രമല്ല, എവിടെല്ലാം ലോകത്തിൽ അത്തിയാകുന്ന യഹൂദനുണ്ടോ അവരെയെല്ലാം ഇവർ കൂട്ടിച്ചേർക്കത്തക്കവണ്ണം ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യമായിരിക്കുന്ന മണിപ്പൂർ സംസ്ഥാനത്തും അവിടെയും കലാപമുണ്ടായപ്പോഴാണ് നാം കേൾക്കുന്നത് അത്തിയാകുന്ന യഹൂദൻ അവിടെയും ഉണ്ടായിരുന്നു. അവരെയും ഇസ്രായേലിൽ ടെസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള സകല രാജ്യത്തുള്ള യഹൂദന്മാർ ഒരാകർഷണമാണ്. ഇസ്രായേലിലേക്ക് ചെല്ലുക. വർഷങ്ങളോളം ജീവിച്ചവരെ ഒന്നും അറിയാത്ത രാജ്യത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ആകർഷണമാണ്, ഒരു ശക്തിയാണ്, വചനത്തിന്റെ പവറും കൂടെ ആണെന്നും കൂടെ ഒപ്പിച്ചു. ഇപ്പോൾ അവർക്ക് രാജ്യമുണ്ട്, ഇപ്പോൾ അവർക്ക് ഒരു ഭരണാധിപനുണ്ട്, ഇപ്പോൾ അവർക്ക് ഭരണാധികാരികളുണ്ട്, അവർക്ക് പാർലമെന്റ് ഉണ്ട്, മന്ത്രിമാരുണ്ട്, പട്ടാളക്കാരുണ്ട്, സ്വന്തം ആയുധങ്ങളുണ്ട്. ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആയുധങ്ങൾ അവന്റെ പക്കല ഉള്ളത്. അവൻ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ഏതു രാജ്യത്തിന്റെയും ബോംബർ വിമാനങ്ങളും കണ്ടുപിടിക്കത്തക്കവണ്ണമുള്ള പവർ ശേഷിയുള്ളതായ അനവധി സാമഗ്രികൾ അവർക്കുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് എവിടുന്നെങ്കിലും ഒരു ഫ്ലൈറ്റ് വരികയാണെങ്കിൽ അവർ റഡാറിൽ തെളിയും, ഇന്നതുപോലെ വരുന്നു, ഇത്ര കിലോമീറ്റർ അടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിലുള്ള പവറുള്ള ആയുധങ്ങൾ കൊണ്ട് വരുന്ന രാജ്യത്ത് വെച്ച് തന്നെ അടിച്ചു പൊളിക്കത്തക്കവണ്ണ പവറുണ്ട്. കാരണം അത്തിയാകുന്ന യഹൂദൻ തളുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം വരുന്നു. എന്തിനു വേണ്ടി? യഹൂദന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഒരു മൂന്നാം ലോക മഹായുദ്ധം വരുന്നു. അതെന്നു വരുന്നു എന്ന് ബൈബിളിൽ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വരും. ആ മഹായുദ്ധം വരുന്നതിന് മുമ്പേ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകും. അന്ന് നമുക്കൊരു സ്വന്തം രാജ്യം ഉണ്ടാകും. അന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആരെയും ഓടിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിന്റെ അംഗമാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.